എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ചാനലും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കേരള PSC 80K സബ്സ്ക്രൈബേഴ്സ് ആകുന്നു. അതേപോലെ വിപ്ലവകരമായ മാറ്റമാണ് ടീച്ചിങ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. RRB SSC ചാനലുണ്ട്, നമുക്കൊരു ഡിഗ്രി ചാനലുണ്ട്. CSCBക്ക് വേണ്ടി ഈ അടുത്ത സമയത്ത് നമ്മൾ ഒരു ചാനൽ ആരംഭിച്ചു, കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി. ഇപ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോടിയായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ചാനൽ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ലോകത്തിലെ എല്ലാ ഭാഷകളും രാജാവാണെങ്കിൽ അവർക്കെല്ലാം ഒരൊറ്റ രാജ്ഞിയേ ഉള്ളൂ എന്ന് ആൾക്കാർ തമാശയ്ക്ക് പറയാറുണ്ട്. അത് ഇംഗ്ലീഷാണ്. കാരണം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. കേരളത്തിൽ തന്നെ 3.25 കോടി ജനങ്ങളുണ്ട്. അതിൽ 64 ലക്ഷം പേർക്ക് തൊഴിലില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ 64 ലക്ഷം പേരിൽ ഒരിക്കലും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിരിക്കില്ല. കാരണം അയാളെ സംബന്ധിച്ച്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലോ പുറത്തോ ഈസി ആയിട്ട് നല്ല സാലറിയിൽ ഒരു ജോലി സംഘടിപ്പിക്കാൻ കഴിയും. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ കുറവ് മൂലം പ്രമോഷൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന, വിദേശത്തും നാട്ടിലും ജോലി ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഇംഗ്ലീഷ് അറിയാവുന്നതിൻ്റെ പേരിൽ ചിലർ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ താഴെ കിടക്കേണ്ടി വരുന്ന ആൾക്കാരുടെ വിഷമം ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് PG പാസ്സായാലും, നല്ല മാർക്കിൽ പാസ്സായാലും, MAയും MSCയും ഒക്കെ പാസ്സാവുന്നവർക്ക് പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു പോരായ്മയാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി CBSE ICSE സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് കുട്ടിക്കാലം മുതൽ സംസാരിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാറ്റമുണ്ട്. എങ്കിലും കൂടുതൽ ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പം 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ ഇംഗ്ലീഷിന് A+ മേടിക്കുന്ന കുട്ടികൾക്ക് 90% കുട്ടികൾക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കേരളത്തിൽ അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാനും. ഞാൻ MA ഇംഗ്ലീഷും B.Edും ഒക്കെ പാസ്സായതിനു ശേഷവും എനിക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. എനിക്കത് തുറന്നു പറയുന്നതിൽ യാതൊരു വിഷമവും ഇല്ല. കാരണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. കോളേജിലൊക്കെ സെമിനാർ എടുക്കാൻ വിളിക്കുമ്പോൾ ഒളിച്ചോടുമായിരുന്നു. നല്ലതുപോലെ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുമായിരുന്നു. ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു സംസാരിക്കാൻ. പലയിടത്തും നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത് ഒരു ഇംഗ്ലീഷ് അധ്യാപകനാകാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് പോയപ്പോഴാണ്. ഒരിക്കൽ ഞാൻ B.Ed കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ഒരു സ്കൂളിൽ, ഒരു CBSE സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ചെന്നു. നമുക്കറിയാം, കേരളത്തിലെ ഒരു ചെറിയ മൊബൈൽ കമ്പനിയുടെ സെയിൽസ്മാനായിട്ട് നിങ്ങൾ ജോലിക്ക് ചെന്നാലും ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ്. 90% ഇൻ്റർവ്യൂസും ഇംഗ്ലീഷ് തന്നെയാണ്. അതൊരു 10,000 രൂപയുടെ ജോലിയാണെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ കാണും. അപ്പം ഞാനവിടെ ചെന്നു. വെൻ ഐ എൻറ്റേർഡ് ദ ക്യാമ്പസ്, 4 persons interviewed me. 4 പേര് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. The principal of the school, the chairman of the school, secretary and one English teacher. They asked me so many questions. അവരെന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. Unfortunately, I could not speak a single word in English there. എനിക്കവിടെ ഒരൊറ്റ വാക്കുപോലും സംസാരിക്കാൻ കഴിഞ്ഞില്ല. You know why? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. They asked me so many questions. വീണ്ടും അവർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ I don't know എന്ന് പോലും പറഞ്ഞില്ല. എന്തിനു പറയുന്നു? ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ് ആൻഡ് I was sweating inside. പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ അകത്തിരുന്ന് വിയർത്ത് കുളിച്ചൊഴുകുകയാണ്. Later, the chairman of the school, he told me, Mr. Ranjit, you are an English teacher. You must speak this language English fluently. Otherwise, you cannot say that you are an English teacher. നിങ്ങളൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്, നിങ്ങൾ ഈ ലാംഗ്വേജ് സ്വായത്തമാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് ആരുടെ മുമ്പിലും തല ഉയർത്തി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നല്ലൊരു ഉപദേശമായിരുന്നു.
ലേറ്റർ ഹി ഗേവ് മീ സം ടിപ്സ്. അദ്ദേഹം എനിക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു. യു മസ്റ്റ് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി, യു മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇങ്ങനെയൊക്കെ കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ട് അദ്ദേഹം എന്നെ ഗുഡ് ബൈ പറഞ്ഞു വിട്ടു. ഞാൻ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞു. ആ ഇൻ്റർവ്യൂവിലുടനീളം ഞാൻ സംസാരിച്ചത് 2 വാക്കുകളാണ്. ഒന്ന് ഗുഡ് മോർണിംഗ്, അവസാനം താങ്ക് യു. ഐ ലെഫ്റ്റ് ദ പ്ലേസ് ബ്രോക്കൺ ഹേർട്ടഡ്. ഹൃദയം തകർന്നാ ഞാൻ വീട്ടിലെത്തിയേ. വെൻ ഐ റീച്ച് ടു മൈ ഹോം, മൈ ഫാദർ, എ ഹംബിൾ ഫാമർ, ഹി ആസ്ക്ഡ് മീ, പുള്ളിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം. പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചു, ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്, ഹൗ വാസ് ദ ഇൻ്റർവ്യൂ? ഐ സെഡ് ഇറ്റ് വാസ് സൂപ്പർ. ഞാൻ പറഞ്ഞു സൂപ്പറായിരുന്നു പറഞ്ഞു. എനിക്ക് എൻ്റെ ഫാദറിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ, നിരാശപ്പെടുത്താൻ ഇഷ്ടമില്ലായിരുന്നു. കാരണം പുള്ളിക്ക് മകനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. MAക്കൊക്കെ ഭയങ്കര മാർക്ക് മേടിച്ചുകൊണ്ട് BEd ഒക്കെ ചെയ്തിരിക്കുന്ന ആ പ്രദേശത്ത് ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രാമറിലൊക്കെ ഉസ്താദായിട്ടുള്ളൊരു അധ്യാപകനാണ്. അപ്പോൾ അയാളെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണല്ലോ. പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണെന്ന് അറിയില്ല. ദ ഹോൾ ഡേ ഐ വാസ് ലൈയിങ് ഇൻ മൈ ബെഡ്. ഐ വാസ് തിങ്കിങ് അബൌട്ട് മൈ കരിയർ ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് എൻ്റെ കരിയറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഹൗ ക്യാൻ ഐ സേ ദാറ്റ് ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ വിത്തൗട്ട് സ്പീക്കിംഗ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് സംസാരിക്കാതെ എങ്ങനെ എനിക്ക് ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും? ഈവനിങ് ഐ റിസീവ്ഡ് എ കോൾ ഫ്രം ദ ചെയർമാൻ ഓഫ് ദ സ്കൂൾ. വൈകുന്നേരത്ത് എനിക്കൊരു കോൾ വന്നു. ചെയർമാനാണ്. മിസ്റ്റർ രഞ്ജിത്ത്, യു ആർ അപ്പോയിൻറ്റഡ്. ജൂൺ 1 ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ചിന്തിച്ചത് എനിക്ക് ഭ്രാന്തായതാണോ അതോ ഈ സ്കൂളുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്നാണ്. ബട്ട് അതെന്നെ സംബന്ധിച്ചൊരു അവസരമായിരുന്നു. ഐ എൻറ്റേഡ് ദ ക്യാമ്പസ്. ഇറ്റ് വാസ് എ June 1. ഞാനൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു. ദർ വാസ് എ റൂൾ. അവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ഓൺലി ഇൻ ഇംഗ്ലീഷ് വിത്ത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് വിത്ത് പ്രിൻസിപ്പൽ. ഫോർ എവറി വൺ ഇറ്റ് വാസ് എൻ ഒബ്സഷൻ, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് എ പാഷൻ. എല്ലാവരെയും സംബന്ധിച്ചും അതൊരു നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഇനിയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ നാണം കെടാൻ പാടില്ല. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓഫ് കോഴ്സ് ഐ മേഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. ഒരുപാട് തെറ്റുകൾ വരുത്തി. എല്ലാവരും തെറ്റ് വരുത്തും. ഐ മേഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. സ്റ്റുഡൻസ് ലാഫ്ഡ് അറ്റ് മീ, ടീച്ചേഴ്സ് ലാഫ്ഡ് അറ്റ് മീ, ഈവൻ സം സ്റ്റുഡൻസ് കറക്റ്റഡ് മീ. കുട്ടികൾ വരെ എന്നെ തിരുത്തി. സാർ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. സാറ് പറയുന്ന പോലെ അല്ല, തിരുത്തി പറഞ്ഞു. ഒന്ന് ആലോചിച്ചൊക്കെ അവസ്ഥ. ഞാനല്ല അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ആക്ച്വലി ദേ ടോട്ട് മീ ഹൗ ടു സ്പീക്ക് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. എന്തിന് പറയുന്നു? 6 months ഡ്യൂറേഷൻ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഈവൻ നൗ ഐ കനോട്ട് സേ ദാറ്റ് ഐ ആം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഒരിക്കലും ഞാനൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് സംസാരിക്കാൻ പറ്റും. ലേറ്റർ ഐ അറ്റൻഡഡ് മെനി ഇൻ്റർവ്യൂസ്. ലാംഗ്വേജ് വാസ് നോട്ട് എ പ്രോബ്ലം ദെയർ. അവിടെ ഒന്നും ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തു മനസ്സിലായി? എന്നെപ്പോലെ ഒരാൾക്ക് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് ക്വാളിഫിക്കേഷൻ കൊണ്ട്, സ്കൂൾ കൊണ്ട്, കോളേജ് കൊണ്ട് സാധിക്കാത്തൊരു കാര്യം ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ 6 മാസം കൊണ്ട് സാധിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സ്വയം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവനവന് ആവശ്യബോധം തോന്നുമ്പോൾ പഠിക്കണം. നിങ്ങൾക്ക് ഇതുവരെ ആവശ്യബോധം തോന്നിയിട്ടില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഏറ്റവും നല്ല 5 മണിക്കൂറാണ് ഞാൻ ഓരോ ദിവസവും സ്കൂളിൽ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചു. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം പഠിപ്പിച്ചു. തെറ്റുവരും, ബട്ട് നമുക്ക് വിചാരിച്ചാൽ മാറാം. ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഓൺലി വൺ സൊല്യൂഷൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഒരൊറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ: സ്പീക്ക് ഇംഗ്ലീഷ്. ഈ ലോകത്ത് ഇന്നേ വരെ സംസാരിക്കാതെ ഒരാളും ഒരു ലാംഗ്വേജും പഠിച്ചിട്ടില്ല. മലയാളം പോലും നമ്മളെ ആരും പഠിപ്പിച്ചതല്ല, നമ്മൾ സ്വയം സംസാരിച്ച് പഠിച്ചതാണ്. യു ആർ റെഡി ടു സ്പീക്ക് ദിസ് ലാംഗ്വേജ്. നിങ്ങൾ ഈ ഭാഷ സംസാരിക്കാൻ റെഡിയാണെങ്കിൽ ചലഞ്ചർ ആപ്പ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ. 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിരന്തരം വീഡിയോസ് തരും, ഫ്രീ ക്ലാസ്സസ് ഈ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെക്കേഷന് നമ്മൾ ക്ലാസ് ആരംഭിക്കും. 6ാം ക്ലാസ് മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും നമ്മളോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കാം. അതുപോലെ ഞാൻ മാത്രമല്ല കേട്ടോ, പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനേഴ്സ് ഉണ്ട്. ഇൻ്റർവ്യൂ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ട്രെയിനിങ് എടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച അധ്യാപകർ വരെ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാനിതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നു. എല്ലാ കോഴ്സും നയിക്കുന്ന പോലെ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും.
എനിക്കറിയാവുന്നതെല്ലാം ഞാനും പറഞ്ഞുതരും. സോ നമ്മുടെ ഈ സംരംഭത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കുറവ് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കോഴ്സിനെ കുറിച്ച് അറിയാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഇനി ചലഞ്ചറിനോടൊപ്പം മുന്നോട്ട് പോകാം. നമ്മുടെ എല്ലാ ചാനലും നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കോഴ്സുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ തുടങ്ങുകയാണ് ഇവിടെ ഈ ദിവസം. സോ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ നാളെ. അല്ലെങ്കിൽ എവിടെങ്കിലും ഒന്ന് നാണം കെടണം, എന്നാലേ നമുക്കിതിൻ്റെ ആവശ്യബോധം വരൂ. നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, മുതിർന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ള വിഷമമുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും വരും. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.